ഗൈസ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഓഡിയൻസിനോടല്ല നമ്മുടെ പിള്ളേരോട് അഭിപ്രായം ചോദിക്കണ്ടേ. അപ്പം അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ബെല്ലോട് കയറി ബാ, ഇനി ബാ ബെല്ല വാ. രണ്ടുപേർക്കും തരും. കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പം ആദ്യം ആർക്ക് വേണം? ആദ്യം റോക്കിമോനാണ് കൊടുക്കുന്നത്. ബെല്ലയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബെല്ല നമുക്ക് ഉമ്മ തരും. ബെല്ല ഇഷ്ടപ്പെട്ടോ? ചേച്ചിക്ക് ഉമ്മ തന്നേ. ചേച്ചിക്ക് ഉമ്മതാ. ബെല്ല ചേച്ചിക്ക് ഉമ്മതാ. ഉമ്മതാ ഉമ്മ ഒരു ഉമ്മ തന്നേ. ഉമ്മ ഇഷ്ടപ്പെട്ടോ? എന്റെ പൊന്നിന് പൊന്നിന് ഇഷ്ടപ്പെട്ടോ? പൊന്നു ഇഷ്ടപ്പെട്ടോ? ഇത് എല്ലും കഷ്ണമാണ്. ബെല്ലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ബെല്ലയ്ക്ക് അറിയത്തില്ല അത് കഴിക്കാൻ. അപ്പം അതുകൊണ്ട് റോക്കിക്ക് കൊടുക്കണേ. ഇനി ഇത് ലാസ്റ്റിലത്തെ പീസാണ്. ഇത് ബെല്ലയ്ക്ക് കൊടുക്കുന്നത്. നമ്മൾ ഇവർക്ക് അല്ലാതെയാണ് വേവിച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം. ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ കറി കൊടുക്കുന്നത്. സാധാരണ ഇവർക്ക് മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വേറൊരു ഇതാണ് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ കറി ഏതായാലും ഇവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കിനാണ് വെളിയൊരു ബഹളം കേട്ടത്. ഈ കുഴി കണ്ടില്ലേ ഗൈസ്, ഇതുണ്ടാക്കിയത് ഈ പുള്ളിക്കാരത്തെയാണ്. പക്ഷേ പ്രശ്നമൊന്നും അല്ലായിരുന്നു. ഈ കുഴിയുടെ ഓണർഷിപ്പ് ആർക്കാണെന്നുള്ളതിനെ ചൊല്ലിയായിരുന്നു പിന്നീടുള്ള തർക്കം. വിഷയം എന്ന് പറഞ്ഞാൽ മുട്ടനടിയായിരുന്നു ഗൈസ്. അങ്ങനെ രണ്ടുപേരെയും പറഞ്ഞ് സമാധാനപ്പെടുത്തി ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് പോയായിരുന്നു. അപ്പം നോക്കുമ്പോണ്ട് പാവം പോലെ രണ്ടുപേര് കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. കഷ്ടം തോന്നി കണ്ടപ്പോൾ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ പുള്ളികളാണെന്ന് തോന്നത്തേയില്ലായിരുന്നു. ഇതിൻ്റെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ബെല്ല അവളുടെ പാവ വെച്ചിട്ട് എൻ്റെ ചുറ്റും നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ബെല്ല എല്ലാവർക്കും ഒന്ന് ഹായ് പറഞ്ഞേ. പാവയെ കൊണ്ടൊന്ന് ഹായ് പറഞ്ഞേ. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഉലുവ, കടുക്, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഉഞ്ചിയല്ല ഇഞ്ചി, നാക്കുളുക്കുന്നു ഗൈസ്. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ സവോള, കറിവേപ്പില, നിങ്ങളുടെ വീട്ടിലുള്ളതൊക്കെ ഇട്ടോളൂ ഗൈസ്, ഒരു പ്രശ്നമില്ല. ഒരു തെണ്ടി ചോദിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് കുറച്ച് ചിക്കനും മഞ്ഞളും ഉപ്പും കൂടെ വെച്ചിട്ട് അടച്ചു വെക്കുക. ചിക്കൻ വെള്ളം വെളിയുന്ന നേരം കൊണ്ട് ഞാൻ വെളിയിൽ പോയി അവരോട് ഇരിക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കിനായിരുന്നു ബെല്ലയുടെ ഈ വക അഭ്യാസങ്ങളൊക്കെ. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ആരും സ്കിപ്പ് അടിക്കരുത് ഗൈസ്. നമ്മൾ ഇനി പൊടികൾ ഇട്ട് കൊടുക്കാൻ പോകണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, അരിപ്പൊടി, ഇഷ്ടപ്പൊടി, അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക ഗൈസ്. അത് നമ്മളത് വറുത്തെടുത്തിട്ട് നമ്മൾ ഈ വെള്ളം വെറ്റി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് വെള്ളം വറ്റി വരുന്നിടം വരെ തീ കത്തിക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി. ഗൈസ്, കറിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ലഞ്ച് കാണണ്ടേ. അപ്പോൾ ദേ നമ്മളുടെ ചോറ്, പാവയ്ക്ക മെഴുക്കുരട്ടി, ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, പിന്നെ ലേശം മോര്. ആഹാ, അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ ഈസ്റ്റർ. ഓക്കെ, ബൈ. ബൈ പറ. ബൈ.